ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മലബാർ സ്നാക്കാണ് പുളിവാരൽ. ഈ പുളിവാരൽ ബനാന ഫ്രിറ്റേഴ്സാണ്, വേറെ ഒന്നുമല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഷേപ്പ് നീണ്ട് വളംപുളിയുടെ ഷേപ്പിലുള്ള സ്നാക്കാണ്. പിന്നെ നമ്മുടെ എളുപ്പത്തിന് നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ ആയിട്ടും ഉണ്ടാക്കും. എൻ്റെ വീട്ടിൽ ഇതിനെ ഉണ്ണിയപ്പം എന്നാണ് വിളിക്കുന്നത്, ഉമ്മയുടെ ഉണ്ണിയപ്പമാണത്. പക്ഷേ ട്രഡീഷണൽ നെയിം പുളിവാരലാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ഫ്രിറ്റേഴ്സാണ്, നല്ല ടേസ്റ്റിയാണ്. ചായയുടെ നേരത്ത് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് ശർക്കര, ഒരു 1/4 കപ്പിനേക്കാളും പകുതി വെള്ളം, അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി. ഇത് നന്നായിട്ട് ഇളക്കി ആ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ ഉള്ള വെള്ളം മാത്രം പാടുള്ളൂ. ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ശർക്കര നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്ത് കിട്ടണം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ. ഇവിടെ കിട്ടുന്ന ശർക്കര നല്ലതായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അത് മാറ്റി വെച്ച് ഒന്ന് ചൂടാറുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹാർഡാവും. വേറൊരു വലിയ ബൗളിലേക്ക് നമുക്ക് 2 റോബസ്റ്റ പഴം പോലത്തെ പഴം ആഡ് ചെയ്യുന്നുണ്ട്. പഴം ചിലപ്പോൾ ഇനിയും ആഡ് ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി ഇങ്ങനെയാണ്. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ, ആ ബാറ്ററിൻ്റെ ടെക്സ്ചർ, ലൂസ് കൺസിസ്റ്റൻസി നോക്കി വേണം ആഡ് ചെയ്യാൻ. കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല, കാരണം ബനാനയുടെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നോക്കി ചെയ്യാം. ചോദിച്ചു പോകാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ പഴം നമുക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഫൈനായിട്ട് മാഷ് ചെയ്യേണ്ട, കുറച്ച് ചങ്ക്സൊക്കെ അതിലുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര ഒന്ന് കട്ടിയായിട്ടുണ്ട്. അത് ലൂസൻ ചെയ്യാനും ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ 1/4 പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി ഒന്ന് ലൂസാക്കണം. അപ്പം അതൊക്കെ ഒന്ന് ഹാർഡായത് നന്നായി ലൂസാക്കി വെക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. അതിൻ്റെ ആവശ്യം തോന്നണില്ല. അതുകൊണ്ട് നേരെ നമ്മൾ ബനാന മാഷ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്തു ബോളിലേക്ക്. ഇനി ഇതിൻ്റെ കൂടെ ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു കപ്പിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. ആ കട്ട തരികളൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം. ഇതിനി നമുക്ക് ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിയുന്നതും ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റി കുറവ് ഒഴിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മാറി ഓരോ വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അളവ് നമുക്ക് ആ മിക്സ്ചർ ഇങ്ങനെ കട്ടിയായി വരുന്നത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് ചിലപ്പോൾ കൂടിയെന്നോ കുറഞ്ഞെന്നോ വരും. നമുക്ക് ആ ഒരു ടെക്സ്ചർ കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഓരോ ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി, പിന്നെ ഓരോ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ വിധമായിട്ടുണ്ട്. നല്ല നമ്മളുടെ ടെക്സ്ചർ കുറച്ച് ലൂസാണ്, അതുകൊണ്ട് ചേർത്തുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താലേ അറിയുള്ളൂ അതിൻ്റെ ടെക്സ്ചർ എന്തായെന്ന്. പോരാ, അപ്പോൾ 4 ടേബിൾ സ്പൂൺ വീതമായിട്ടുണ്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴും ലൂസാണെങ്കിൽ പൊടികളുടെ അളവ് പഴത്തിൻ്റെ അളവിനായിട്ട് ആ റേഷ്യോ ബാലൻസ് ആവണം. പൊടി കൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, ഒരു പഴം കൂടി ആഡ് ചെയ്യാൻ പോകുന്നു. പൊടി കൂടിപ്പോയാൽ നമ്മുടെ ഫ്രിറ്റേഴ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും, ടേസ്റ്റും ഉണ്ടാവില്ല.
ഒരു പഴം കൂടി ചേർത്തിട്ടുണ്ട്. പഴത്തിൻ്റെ ചെറിയ ചങ്ക്സ് ഇതിൽ കിടക്കുന്നത് നല്ലതാണ്, മുഴുവനായിട്ട് മാഷ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആയിരിക്കണം. മധുരം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കൂടുതൽ ലിക്വിഡ് ആഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ശർക്കര ഉരുക്കണില്ല. നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ജാഗരി നേരെ ഇതിലേക്ക് ചേർക്കണം. അപ്പം നല്ല ക്വാളിറ്റി ആയിരിക്കണം. അതിൽ കരിയൊന്നും ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നോക്കാം. ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ശർക്കരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇപ്പം നോക്കുമ്പോഴും ടെക്സ്ചർ കൈ വെച്ച് കോരിയെടുക്കാനുള്ള പാകമായിട്ടില്ല, ഇപ്പോഴും ലൂസാണ്. അതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് അപ്പോൾ ഇത് വെച്ചിട്ട് മതിയാവുന്ന തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 റോബസ്റ്റ പഴത്തിന് ഒരു 5 ടേബിൾ സ്പൂൺ വീതം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവ് കയ്യിലിങ്ങനെ കോരിയെടുക്കാൻ പറ്റണം, കാരണം നമുക്ക് കൈ വെച്ച് കോരി എടുത്തിട്ടാണ് ഈ ഫ്രിറ്റേഴ്സ് എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്നുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയകാലത്തെ ഷേപ്പ് നീണ്ട് നമ്മുടെ വാളംപുളിയുടെ ഷേപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് കുറച്ച് പ്രാക്ടീസ് വേണം. അതുകൊണ്ട് ആദ്യം ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ചെറിയ ബനാന ബോൾസ് ഫ്രിറ്റേഴ്സ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എൻ്റെ വീട്ടിൽ ഇതിനെ ഉണ്ണിയപ്പം എന്നാണ് വിളിക്കുന്നത്. ഉമ്മയുടെ ഉണ്ണിയപ്പമാണിത്. നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് എപ്പോഴും ചായയുടെ നേരത്തത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ചൂടിൽ നിന്നാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടി വെക്കരുത്. ഇടയ്ക്ക് ചൂട് വല്ലാണ്ട് കുറയുന്നുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് കൂട്ടിയിട്ട് പിന്നെയും കുറയ്ക്കണം. അങ്ങനെ ഡാർക്ക് ബ്രൗൺ കളർ ആവണം നമ്മുടെ ഈ പുളിവാരൽ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി എല്ലായിടത്തും ഒരേപോലെ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നന്നായി എണ്ണ പോയതിന് ശേഷം നമുക്ക് ഒരു കിച്ചൺ പേപ്പർ ടവലിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സമയത്ത് ചീനച്ചട്ടിയിൽ ഒരുപാട് ഓവർ ക്രൗഡ് ചെയ്യണ്ട. നമുക്കിത് ഇളക്കി എടുക്കാനുള്ള സ്ഥലം വേണം. അതുകൊണ്ട് ഇത്രയും ഒരു സമയത്ത് പാടുള്ളൂ ഫ്രൈ ചെയ്യാൻ. അതേപോലെ തന്നെ ആ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നല്ലൊരു കളറാ, ഡാർക്ക് കളർ ആവണം. ഇത് ലൈറ്റ് കളറായിട്ടല്ല ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് നമ്മൾ കോരി മാറ്റുമ്പോൾ എണ്ണ നന്നായിട്ട് പോകണം, അത് ശ്രദ്ധിക്കണം. നന്നായി എണ്ണ പോയതിന് ശേഷം പേപ്പർ ടവലിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ട്രഡീഷണൽ പുളിവാരലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്റർ കുറച്ചധികം കയ്യിലെടുത്തിട്ട് ഓരോ സ്ട്രിപ്പ് ഇതുപോലെ മുറിഞ്ഞു പോകാതെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് ആണ് പണ്ടത്തെ കാലത്ത് ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ വാളംപുളിയുടെ ഷേപ്പ് പോലെ തോന്നും, അതുകൊണ്ടാണ് ഈ പേരും. ഇനിയിപ്പോൾ കൈ കൊണ്ട് ചെയ്യാൻ ആദ്യം പരിചയമില്ലെങ്കിൽ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ്, നമ്മൾ കേക്ക് ഡെക്കറേറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗിൽ ഇട്ട് അതിൻ്റെ ഹോൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാനും പറ്റും. എനിക്കിത് വലിയ പരിചയമില്ല. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ ചെറിയ ബോൾസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്.
ഇതിപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റി. പഴയകാലത്ത് ഇവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നത്, നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും എന്നും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഉമ്മ പറയായിരുന്നു, ഉമ്മയുടെ ഉമ്മ, എൻ്റെ വല്യമ്മ ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്യുമായിരുന്നു. ഓരോന്ന് ഇട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്തത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് കാണാൻ നല്ല രസമായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതും നല്ല ഗോൾഡൻ ബ്രൗൺ, ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. നന്നായി എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്കിത് പേപ്പർ ടവലിൽ മാറ്റി വെക്കാം. അപ്പോൾ ഒന്നും കൂടി കാണാം ഈ ഷേപ്പ് എങ്ങനെ കിട്ടുന്നതെന്ന്. ഇത് ഇടുമ്പോഴേ ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല, അതാണ് ആ ഷേപ്പ് കിട്ടാനുള്ള ഒരു ടിപ്പ്. അപ്പോൾ അതും കോരി മാറ്റാം. ഇവിടെ ചായയുടെ നേരമായിട്ടുണ്ട്. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. ഈ പുളിവാരലും കൂട്ടി നല്ല ചായ കുടിക്കാൻ പോവാണ്. ടേസ്റ്റി, സിമ്പിൾ, ട്രഡീഷണൽ മലബാർ സ്നാക്ക് പുളിവാരൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഉണ്ടാക്കിയാൽ ഫോട്ടോസ് അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.